മിഡിൽ ഈസ്റ്റിൽ പടരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ജീവനാഡിയായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ഇന്നൊരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ഈ നിർണായക സാഹചര്യത്തിൽ ഈ ഇടുങ്ങിയ ജലപാതയുടെ നിയന്ത്രണം കൈവിട്ടുപോയാൽ അത് ലോകമെമ്പാടുമുള്ള എനർജി മാർക്കറ്റിനെയും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായി നോക്കാം. എന്താണ് ഹോർമൂസ് കടലിടുക്ക്? പേർഷ്യൻ ഗൾഫിനെ അറേബ്യൻ സീയുമായി കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ പാതയാണിത്. ഇതിന്റെ വീതി വെറും 39 കിലോമീറ്റർ മാത്രമാണ്. പക്ഷേ ഇതിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ലോകത്തെ ക്രൂഡ് ഓയിൽ എക്സ്പോർട്ടിന്റെ ഏകദേശം 20% ഓരോ ദിവസവും പോകുന്നത് ഇതിലൂടെയാണ്. ലോകത്തിനാവശ്യമായ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് വലിയൊരു ഭാഗവും ഈ വഴിയിലൂടെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് വെറും ഒരു വാട്ടർവേ മാത്രമല്ല, ലോക സമ്പദ്വ്യവസ്ഥയുടെ ഒരു ലൈഫ് ലൈനാണ്. ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് ഒരു വാർണിംഗ് നൽകിയിട്ടുണ്ട്, കപ്പലുകൾ ഈ വഴിക്ക് വരരുത് എന്ന്. ഇതിന്റെ ഫലമായി കപ്പൽ ഗതാഗതം ഇപ്പോൾ 70% കുറഞ്ഞു. നൂറുകണക്കിന് ടാങ്കറുകൾ കടലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതൊരു വലിയ ക്രൈസിസ് ആയി മാറിക്കഴിഞ്ഞു. ഈ പ്രശ്നം തുടങ്ങിയതോടെ ഗ്ലോബൽ മാർക്കറ്റിൽ ഓയിൽ പ്രൈസ് കുത്തനെ കൂടി. സപ്ലൈ തടസ്സപ്പെടുമെന്ന പേടി കാരണം ഓയിൽ ബിസിനസ് വലിയ റിസ്കിലാണ്. ഇൻഷുറൻസ് കമ്പനികൾ കപ്പലുകൾക്കുള്ള വാർ റിസ്ക് കവറേജ് നിർത്തിവെച്ചു. അതുകൊണ്ട് ടാങ്കറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ വളരെ എക്സ്പെൻസീവ് ആണ്. ഈ പാത ലീഗലായി ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിലും പ്രാക്ടിക്കലായി ഇതൊന്ന് വർക്കിംഗ് അല്ല. സൗദി അറേബ്യ, UAE, ഖത്തർ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ പ്രധാനമായും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ കാണുന്നത് വലിയ വലിയ പ്രശ്നങ്ങളാണ്. ടാങ്കറുകൾ പോർട്ടുകൾക്ക് പുറത്ത് കാത്തു നിൽക്കുന്നു, കപ്പൽ യാത്രകൾ ഒന്നെങ്കിൽ റദ്ദാക്കുന്നു അല്ലെങ്കിൽ റൂട്ട് മാറ്റുന്നു. ഇത് ആ രാജ്യങ്ങളുടെ വരുമാനത്തെ വലിയ രീതിയിൽ ബാധിക്കും. ഈ വാട്ടർവേ ബ്ലോക്ക് ആയതോടെ ഷിപ്പിംഗ് കമ്പനികൾ വലിയ പ്രതിസന്ധിയിലാണ്. കപ്പലുകൾ വരാൻ ലേറ്റ് ആകുന്നു, ചരക്കുകൾ തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കുന്നു. ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ പലരും ഈ ഏരിയയിലേക്ക് വരാൻ പേടിക്കുന്നു. ഇതിന്റെ ഇമ്പാക്ട് ഗൾഫിന് പുറത്തേക്കും പടരുകയാണ്. സിറ്റുവേഷൻ മോശമായതോടെ US നേവി ഈ ഏരിയയിൽ കടുപ്പമേറിയ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഷിപ്പുകൾക്ക് സെക്യൂരിറ്റി നൽകുക എന്നതാണ് അവരുടെ മെയിൻ ടാർഗറ്റ്. പക്ഷേ ഇതൊരു സേഫ് കണ്ടീഷൻ അല്ല. മിസൈലുകളും ഡ്രോണുകളും എപ്പോൾ വേണമെങ്കിലും വന്നേക്കാം. ഈ റൂട്ട് ഇപ്പോൾ ഒരു ആഗോള യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ്. മുമ്പ് ഇന്ത്യയുടെ ഓയിൽ ഇമ്പോർട്ടിന്റെ പകുതിയോളം വന്നിരുന്നത് ഹോർമൂസ് വഴിയാണ്. ഇപ്പോൾ കപ്പലുകൾ വരുന്നത് നിന്നതോടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ മറ്റു വഴികൾ നോക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇത് ഇന്ധനവില കൂട്ടാനും ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വിലക്കയറ്റത്തിന് കാരണമാകാനും സാധ്യതയുണ്ട്. ഈ അവസ്ഥ നമ്മളെ എങ്ങനെ നേരിട്ട് ബാധിക്കും? പെട്രോൾ ഡീസൽ റേറ്റ് കൂടും, പാചകവാതത്തിനും വൈദ്യുതിക്കും ചിലവ് കൂടും. സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടുന്നതോടെ പച്ചക്കറിക്കും മറ്റ് അവശ്യ സാധനങ്ങൾക്കും വില കൂടും. ചുരുക്കത്തിൽ ലോകത്തിന്റെ ഏത് കോണിലായാലും നമ്മുടെ പോക്കറ്റിനെ ഇത് ബാധിക്കും. യുദ്ധം നടക്കുമ്പോഴും ഈ പാത എന്നേക്കുമായി അടഞ്ഞുകിടക്കുമെന്ന് ആരും കരുതുന്നില്ല. കാരണം ഓയിൽ പ്രൊഡ്യൂസേഴ്സിനും അമേരിക്കയ്ക്കും ഇറാന്റെ സ്വന്തം ഇക്കണോമിക്കും ഈ പാത അത്യാവശ്യമാണ്. വലിയ രാജ്യങ്ങൾ ഇതിൽ ഇടപെടുമെന്നത് ഉറപ്പാണ്. പക്ഷേ താൽക്കാലികമായുണ്ടാകുന്ന ഈ തടസ്സങ്ങൾ പോലും ലോകത്തിന് വലിയ ഭാരമാണ്. ഭൂപടത്തിൽ ഹോർമൂസ് ഒരു ചെറിയ സ്ട്രിപ്പ് മാത്രമായിരിക്കാം. പക്ഷേ ഇന്ന് ഇത് ഒരു വലിയ ഗ്ലോബൽ ക്രൈസിസിന്റെ നടുവിലാണ്. കടലിൽ കുടുങ്ങിയ കപ്പലുകൾ മുതൽ സ്കൈ റോക്കറ്റിങ്ങിനായി കുതിക്കുന്ന ഫ്യൂവൽ പ്രൈസ് വരെ. ഈ ചെറിയ വഴി ലോകത്തെ മുഴുവൻ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ലോകം മുഴുവൻ ഇന്ന് ഹോർമൂസിനെ ഇത്ര ഗൗരവത്തോടെ നോക്കുന്നത്.